നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്, ഒരുപാട് കാത്തിരുന്നൊരു നിമിഷമാണ്. എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ്. എൻ്റെ തൊണ്ട അടിച്ചു പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അശ്വിൻ പറഞ്ഞു. സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും താങ്ക് യു. സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതാണ് നമുക്കൊന്നും ഒരു വേർഡ്സ് എനിക്ക് വരുന്നില്ല. ഒന്ന് കൂൾ ഡൗൺ ആയാലേ സത്യം നമുക്ക് ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ടക്ക് 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 നമ്മുടെ 2 വർഷം അല്ലല്ല, കൂടെ പഠിച്ചതല്ല, പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതൽ എനിക്ക് അതായിരുന്നു ഇഷ്ടം. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റായിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല, വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ എവിടെയാണെങ്കിലും കല്യാണത്തിൻ്റെ എവിടെയാണെങ്കിലും അപ്പോൾ ചെറിയ തോതിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യ ദൂർത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തോട്ട് പുറക്കാനുള്ള പരിപാടി ഉണ്ടോ? ഇല്ല, നമ്മൾ ഇവിടെ തന്നെയാണ്. ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെൻസ്. അതെ, നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സന്തോഷമുണ്ട്. ഇത്ര നേരം വെയിറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. ഒരുപാട് ആർട്ടിസ്റ്റുകളെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു അയ്യോ, എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേര് പോരെ, അത്രയും പേരുടെ തിരക്ക് തന്നെ ഇവിടെ ഒരുപാടായി. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സഹോദരങ്ങൾ തുല്യമാണ്. പക്ഷെ അപ്പോൾ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും എൻ്റെ ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്. എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വിൻ്റെ വീട്ടുകാരും. അപ്പോൾ വളരെയധികം വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. അപ്പോൾ നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ, 1 നന്ദി, 2 കുറച്ച് നേരം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു. അശ്വിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ എത്തിയായിരുന്നു? അവരെല്ലാവരും എത്തി, റിലേറ്റീവ്സ് എല്ലാവരും എത്തി. നമുക്ക് ഒരു 30-35 പേര് ആക്ച്വലി ഉണ്ടായിരുന്നു റിലേറ്റീവ്സ്. അപ്പോൾ അവരെല്ലാവരും സന്തോഷമാണ്. നമുക്ക് നന്നായി സ്വീകരിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, എന്തായാലും തിരിച്ചെത്തുമ്പോൾ നമുക്ക് എല്ലാവരുടെ അഭിപ്രായം വീടെത്തുമ്പോൾ നമുക്ക് എല്ലാവരും അറിയാം. എൻ്റെ സ്ഥലം ഏതാണ്? എൻ്റെ സ്ഥലം തിരുനെല്വേലിയാണ്, അംബാസമുദ്രം. അല്ല, എനിക്ക് ചേട്ടൻ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാണ്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് ഞാൻ ആക്ച്വലി വന്ന് വളർന്നു വെച്ചാൽ വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്. Thank you. നിങ്ങൾ